കഥ ഭർത്താവ് ഭാഗം 56. ഇടയ്ക്കെപ്പോയോ വീണുതിരുന്ന ഒരു നെടുവീർപ്പോ ദീർഘശ്വാസമോ ഒഴിച്ചാൽ സർവം നിശബ്ദമാണ്. അയൽ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സംസാരവും പൊട്ടിച്ചീരുകളുമൊക്കെ തങ്ങൾക്ക് നേരെയുള്ള ആരുടെയോ പരിഹാസം പോലെ സരോജിനി അമ്മയ്ക്ക് തോന്നി. ജീവിതത്തിൽ ഇനി ഒരു നാളിലും മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ അധപതിച്ചു പോയല്ലോ തൻ്റെ ജന്മം എന്നോർക്കെ അവർക്ക് ശരീരം തളർന്നു. അമ്മ വെറുതെ കരഞ്ഞും സങ്കടപ്പെട്ടും അസുഖം കൂട്ടി വയ്ക്കല്ലേ. അമ്മയുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. സുനിത വന്ന് അമ്മയുടെ അടുത്തേക്കിരുന്നു. സരോജിനി അമ്മ മുഖമുയർത്തി ദയനീയമായി അവളെ നോക്കി. പിന്നെ അവരുടെ നോട്ടം ശ്രീലേഖയിലേക്കായി. അവൾ പുറത്തേക്ക് തുറന്നിട്ട ജനാലക്കരികിൽ ഇരുമ്പ് കൈകളിൽ പിടിച്ചും കൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി ഒരു പ്രതിമ പോലെ നിൽക്കുകയാണ്. പുറത്തുനിന്ന് വീശി വരുന്ന കാറ്റിൽ കെട്ടഴിഞ്ഞു വീണ അവളുടെ മുടിയിഴകൾ മെല്ലെ ഇളകിക്കൊണ്ടിരുന്നു. എന്നാലും എൻ്റെ കുഞ്ഞിന് എങ്ങനെ അതിനുള്ള ധൈര്യം വന്നു മോളെ? ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചു പൊട്ടുന്നല്ലോ. സരോജിനിയമ്മ ചുണ്ടുകൾ കടിച്ചു. സുനിതയ്ക്കും അതേപ്പറ്റി ചിന്തിക്കാൻ വയ്യ. ഒരു നിമിഷം ഒന്ന് തെറ്റിപ്പോയിരുന്നെങ്കിൽ ദൈവമേ. ഇരുട്ടിൽ നിന്നുയരുന്ന ഒരലർച്ച അവസാന ശ്വാസമെടുത്ത് പിടയുന്ന പ്രാണൻ. ചുറ്റിനും പരക്കുന്ന ചോരയുടെ ഗന്ധം. ഓടിക്കൂടുന്ന ജനസാഗരം. മീഡിയകൾ, പത്രമാധ്യമ ന്യൂസ് റിപ്പോർട്ടർമാർ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ. അവർക്കിടയിലൂടെ കയ്യിൽ വിലങ്ങണിഞ്ഞു ശിരസ് കുനിച്ചുകൊണ്ട് നിർജീവത അടിഞ്ഞ മുഖവുമായി പോലീസുകാർക്കൊപ്പം നടന്നു നീങ്ങുന്ന ശ്രീലേഖ ചേച്ചി. ചുറ്റിനുമുയരുന്ന കൂക്കുവിളികളും പരിഹസിക്കലും. എല്ലാത്തിനുമിടയിൽ ഒന്നിനുമാകാതെ താനും അമ്മയും മാത്രം. ഓർത്തപ്പോൾ തന്നെ സുനിതയുടെ ശരീരം കിടുങ്ങി. സുനിത അവിടെ നിന്നും ശ്രീലേഖയെയും കൂട്ടി തൻ്റെ റൂമിലേക്ക് പോന്നു. നിങ്ങൾ കിടന്നോളിൻ, ഇന്നിനി അവൻ വരുമെന്ന് തോന്നുവന്നേയില്ല. വരാനിരുന്നെങ്കിൽ എപ്പോഴോ. അവർ റൂമിലേക്ക് കയറിയപ്പോൾ അവർക്ക് പിന്നാലെ വന്ന സരോജിനിയമ്മ പറഞ്ഞു, കഥ കടച്ചേരും മോളെ. അവൻ വന്നാൽ ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. നിങ്ങൾ എണീറ്റ് വരാൻ നിൽക്കണ്ട. ശ്യാമേട്ടന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അമ്മേ, അപ്പോൾ ചേച്ചിയെ വിളിക്കാൻ പറയില്ലേ? ഞാൻ ചോറെടുത്ത് കൊടുത്തോളാം. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലോ. വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോളൂ. മക്കളെ, ഞാൻ അവനുമായി ഒന്ന് സംസാരിക്കാൻ പോവുക. അവർ മെല്ലെ പറഞ്ഞു. അകത്തേക്ക് കയറിയ സുനിത അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു അമ്മയെ നോക്കി. സംസാരിക്കാനോ? എന്ത്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെ എത്ര നാൾ മുമ്പോട്ട് പോകും മോളെ? ഇന്നലെ വിജയമ്മ എന്നോട് പറഞ്ഞായിരുന്നു, എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു സമ്മതിപ്പിച്ചു അവനെ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കാൻ. മദ്യപാനം നിർത്താനോ അല്ലെങ്കിൽ മനസ്സ് നേരെയാകാനുള്ള ഒക്കെയുള്ള ചികിത്സ ഇപ്പോൾ ഉണ്ടെന്നാ അവരെല്ലാം പറയുന്നത്. കുറച്ചു പൈസ പോയാലും വേണ്ടില്ല, അവൻ നന്നാവുന്നെങ്കിൽ നന്നായി പോകട്ടെ. എന്താ മോളെ? അവർ ചോദ്യഭാവേന ശ്രീലേഖയെ നോക്കിയെങ്കിലും അവൾ ഒറ്റ വാക്ക് മറുപടി പറഞ്ഞില്ല. അമ്മ സംസാരിക്കാനോ? ശ്യാമേട്ടനാണോ അതിനെക്കുറിച്ച്? പിന്നല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരിയ്ക്കുന്നു? അവൻ്റെ കാര്യം നോക്കേണ്ടത് നമ്മളാണെന്ന് കേൾക്കുന്നവരെല്ലാം പറയും. ചെറിയച്ഛനോട് പറഞ്ഞാലോ അമ്മേ, നമുക്ക് ഇക്കാര്യം ശ്യാമേട്ടനുമായിട്ടൊന്ന് സംസാരിക്കാൻ? വേണ്ട. ഗോപി അവനോടത് പറയുമ്പോൾ അവന് തോന്നും അവനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോടൊക്കെ അവനെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതായി. അത് ചിലപ്പോൾ അവൻ ഗോപിയുമായി ഇടയാനും വഴിവെച്ചേക്കാം. അവൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ എല്ലാം അറിയുന്നത് നമ്മൾക്കല്ലേ. ഇനി അഥവാ അവൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പറയുമ്പോൾ ദേഷ്യപ്പെടാനൊന്നും നിൽക്കില്ലായിരിക്കും. അത് വേണോ അമ്മേ? സുനിതയ്ക്ക് അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ എന്തു ചെയ്യും മോളെ? അവനെ പേടിച്ച് നമ്മൾ അവനോട് പറയേണ്ടതൊന്നും പറയാതിരുന്നാൽ അതിലും ഗുരുതരമായി പോകില്ലേ കുഞ്ഞെ കാര്യങ്ങൾ?
അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സുനിതയ്ക്ക് തോന്നി. പക്ഷേ അമ്മ ശ്യാമേട്ടനോട് അത് ആവശ്യപ്പെട്ടാൽ ശ്യാമേട്ടൻ അനുകൂലിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ഇപ്പോൾ അത് അമ്മയല്ലാതെ ശ്യാമേട്ടനോട് സംസാരിക്കാൻ മറ്റൊരാൾ തങ്ങൾക്കില്ലതാനും. അമ്മേ, ശ്യാമേട്ടൻ മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അമ്മ ഒന്നും പറയാൻ നിൽക്കല്ലേ. നമുക്കതൊക്കെ രാവിലെ സംസാരിക്കാം. ശരി, നിങ്ങൾ കിടന്നോ. സരോജിനി അമ്മ അത് പറഞ്ഞതും സുനിത വാതിലടക്കാൻ തുടങ്ങി. മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. സുനിത അതേ നിൽപ്പിൽ നിന്ന് അമ്മയെ നോക്കി. നീ വാതിലടച്ചോ മോളെ. ലേഖയെ ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞോളാം. സുനിത പെട്ടെന്ന് വാതിൽപ്പാളികൾ ചേർത്തടച്ചു. സരോജിനിയമ്മ ചെന്ന് ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുമ്പോൾ സിറ്റൗട്ടിൽ നിൽപ്പുണ്ട് ശ്യാം സുന്ദർ. വാതിൽ തുറന്നത് സരോജിനി അമ്മയാണെന്ന് കണ്ടതോടെ അവൻ അത്ഭുതത്തോടെ അവരെ നോക്കി. മകളെവിടെ? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണോ? അല്ല, സാധാരണ ഈ നേരത്ത് അമ്മയെ ഈ വീട്ടിൽ കാണാത്തത് കൊണ്ട് ചോദിച്ചതാ. ശ്യാം സുന്ദർ അവിടെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു. അവൾക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വല്ലാത്തൊരു പനിക്കോള്. രാവിലെ പോകുമ്പോഴേ ജലദോഷത്തിൻ്റെ ഒരു തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് എന്തോ ഗുളികയും കഴിച്ചിട്ട് കയറി കിടന്നതാ. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഓ, മയങ്ങിപ്പോയെന്ന് തോന്നുന്നേ ഉള്ളൂ. എങ്കിൽ ചെന്ന് വിളിക്ക്, എണീറ്റ് വരാൻ പറയേ. മോനെ, അവൾ ഉറങ്ങിയടാ. രാവിലെ മുതൽ പോയി ജോലിയും കഴിഞ്ഞ് വന്നതല്ലേ. അതിൻ്റെ ചൂടാ, അതിന് പനിയും വന്നത്. പനി? അവൻ സരോജിനിയമ്മയെ നോക്കി ചുണ്ടുകൾ കൂട്ടി. നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അസുഖം ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ തള്ളേ? പനി, തലവേദന, തലകറക്കം, ശരീരവേദന, ഈ അസുഖങ്ങളെല്ലാം കണ്ടുപിടിച്ച് തന്നെ അവൾക്ക് വേണ്ടിയല്ലേ. ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വിടാതെ മോളെ പൊതിഞ്ഞു പിടിച്ചു കട്ടിലിൻ്റെ അടിയിൽ വെച്ചോ. അവൻ വരുമ്പോൾ പിടിച്ചു കൊടുക്കാം അവളുടെ കള്ളക്കാമുകന്. അതിനൊക്കെ കുട പിടിച്ചും കൊണ്ട് നിന്നോണം തള്ളേ നിങ്ങൾ, കേട്ടോ. അവൻ ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചു. എൻ്റെ മോനെ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കാതെ നിൻ്റെ മനസ്സൊന്ന് ശരിയാക്ക്. ഉള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം നീ എന്തിനാ മോനെ ആ പാവത്തിനെ തെറ്റിദ്ധരിക്കുന്നത്? എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല തള്ളേ. ഇന്നോളം ശ്യാമിൻ്റെ ധാരണകളെല്ലാം ശരിയായിട്ടേ ഉള്ളൂ. ശ്യാമിന് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കാര്യത്തിലാണ്. ശ്രീലേഖ എന്ന ആ പൂച്ച സന്യാസിയുടെ കാര്യത്തിൽ. നീ അങ്ങനെയൊക്കെ എൻ്റെ കൊച്ചിനെക്കുറിച്ച് മനസ്സിൽ ധാരണപശകുണ്ടാക്കി വെച്ചിരിക്കുക മോനെ. അതൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് പോകാതെ നിങ്ങളുടെ ദാമ്പത്യം പൊരുത്തപ്പെട്ടു പോകാൻ പോകുന്നില്ല. അതിനുള്ള വഴി എന്താണ്? ആലോചിക്കാതെ നീ സർവ്വനേരവും ഞങ്ങളെയെല്ലാം ശത്രുക്കളെ പോലെ കണ്ടിട്ട് എന്താ കാര്യം? നേർക്കുനേരെ കണ്ടാൽ നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണ്. നിന്നോടൊരു തെറ്റും ചെയ്യാത്ത അവളെക്കുറിച്ച് നിൻ്റെ മനസ്സിലുള്ള തെറ്റായ ചിന്തകളെല്ലാം എങ്ങനെയെങ്കിലും നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ നോക്കാം മോനെ. ചികിത്സിച്ചോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയോ? സരോജിനിയമ്മ അവൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാനായി ഒരു മയത്തിലാണ് പറഞ്ഞത്. ചികിത്സിച്ചോ? ശ്യാം സുന്ദരൻ്റെ നെറ്റി ചുളിയുന്നത് അവർക്ക് കാണാമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായി ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയി നമുക്ക് കണ്ടാലോ എന്നാണ്. ഡോക്ടറുടെ ഉപദേശമൊക്കെ കിട്ടിയാൽ മനസ്സിനെ നമ്മുടെ വരുതിക്ക് നിർത്താമെന്നാണ് എല്ലാവരും പറയുന്നത്. സരോജിനിയമ്മ ഒന്ന് നിർത്തിയിട്ട് അവൻ്റെ പ്രതികരണം കാത്തു. ശ്യാം സുന്ദർ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ എതിർത്തൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതോടെ സരോജിനിയമ്മയ്ക്ക് അല്പം ആശ്വാസമായി. അവനും അതിനോട് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ആ മൗനം നൽകുന്ന സൂചന. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയി കണ്ടാലോ മോനെ? കിടത്തി ചികിത്സയോ അല്ലെങ്കിൽ ദീർഘകാലമുള്ള മരുന്ന് സേവയോ ഒന്നുമല്ലല്ലോ. നമ്മുടെ മനസ്സ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഡോക്ടറെ കണ്ട് ഒരു ഉപദേശം തേടുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. നിർത്ത്. അവർ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൻ അലറി.
അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റവും മുഖത്തെ പേടിപ്പെടുത്തുന്ന വന്യതയും കണ്ട് അവർ ഭയന്നുപോയി. നിങ്ങൾക്ക് ഈ പാതിരായ്ക്ക് കൊണ്ടുപോയി ചികിത്സിച്ച് തീരുന്ന നിർബന്ധമാണെങ്കിൽ അകത്ത് കിടന്നുറങ്ങി നിലവരുത്തി കൊണ്ടുപോയി ചികിത്സിക്കുക അവളല്ലെങ്കിലും ലോകം മുഴുവൻ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരെണ്ണമില്ല അവളുടെ അനിയത്തി. നിങ്ങളുടെ ഇളയ മോള്, അവളെ കൊണ്ടുപോയി ചികിത്സിക്ക്. രോഗത്തിന് ആ പെണ്ണുമ്പിള്ള ചികിത്സ വേണ്ടുന്നത്. അതാദ്യം നിങ്ങളുടെ മക്കൾക്ക് കൂടെ, പിന്നെ വിളമ്പിയാൽ മതി നാട്ടുകാർക്ക്. അവൻ മുൻപിൽ നിന്ന സരോജിനിയമ്മയെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. അവൻ പോകുന്നത് ശ്രീലേഖ കിടക്കുന്ന സുനിതയുടെ റൂമിന് നേർക്കാണെന്ന് കണ്ടതോടെ സരോജിനിയമ്മ പിന്നാലെ ചെന്നു. ശ്യാമേ, നീ എങ്ങോട്ടായി പോണത്? ആ കൊച്ചുങ്ങൾ അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. ശ്യാം സുന്ദർ അവിടെ തിരിഞ്ഞു നിന്നു. വിളിക്കവളെ. നിങ്ങൾ അവളെ ഈ റൂമിൽ നിന്ന് വിളിച്ചിറക്കുന്നോ അതോ ഞാൻ ആ വാതിൽ ചവിട്ടിപ്പൊളിക്കണോ? അവൻ്റെ ഭാവം കണ്ടാൽ അവൻ അത് തന്നെ ചെയ്യുമെന്ന് അവർക്ക് തോന്നി. മോനെ, സരോജിനിയമ്മ എന്തോ പറയാൻ വാ തുറന്നെങ്കിലും അവൻ അവരെ ഒറ്റാട്ടാട്ടി. മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുതെന്ന അതിൻ്റെ അർത്ഥം. ചെന്ന് വിളിക്കവളെ, അവൻ അലറി. സരോജിനിയമ്മ എന്തെങ്കിലും പറയും മുൻപേ സുനിതയുടെ റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തുറന്ന വാതിലിന് പിന്നിൽ ശ്രീലേഖ നിൽപ്പുണ്ടായിരുന്നു. നീ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന് നിൻ്റെ അമ്മയ്ക്ക് ഒരേ ആഗ്രഹം. ആഗ്രഹം നിൻ്റെയാണെന്ന് എനിക്കറിയാം. വാടി പോകാം. അവൻ പെട്ടെന്ന് അവളുടെ കൈക്ക് പിടിച്ചു. വിട്, കയ്യിൽ നിന്ന് വിട് ശ്യാമേട്ടാ. അവൾ തൻ്റെ കയ്യിൽ നിന്നുള്ള അവൻ്റെ പിടി വിടുവിക്കാൻ നോക്കിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. ഇന്ന് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നീയും നിൻ്റെ അമ്മയും ചേർന്ന് അതിന് കുറേ മഞ്ഞു കൊണ്ടതല്ലേ. അത് വെറുതെ ആകരുതല്ലോ. മര്യാദയ്ക്ക് വന്നോ എൻ്റെ കൂടെ. അവൻ അവളെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് വലിക്കുമ്പോൾ സുനിത വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്ത് ഭ്രാന്താ ശ്യാമേട്ടായി കാണിക്കുന്നത്? ചേച്ചിയുടെ കയ്യിൽ നിന്ന് വിട്. അവളിൽ നിന്ന് തരുന്ന വാസനസോപ്പിൻ്റെ മനമഴക്കുന്ന സൗരഭ്യം അവൻ്റെ കണ്ണുകളെ പിടിച്ചുലച്ചു. തൊട്ടടുത്ത് നിന്ന് കണ്ട അവളുടെ പൂവിടലിൻ്റെ അയകവളുകളിലൂടെ അവൻ്റെ കണ്ണുകൾ മേഞ്ഞു നടക്കുന്നത് കണ്ട ശ്രീലേഖ അവനെ പിന്നോട്ട് ഒറ്റ തള്ളു തള്ളി. നൊടിയിടയിൽ അവളെ ശ്രീലേഖ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തിയിട്ട് കയ്യിൽ പിടിച്ചു വലിച്ചു റൂമിനുള്ളിലാക്കി. ഇറങ്ങി വരരുത് ആ ഭ്രാന്തൻ്റെ മുൻപിലേക്ക്. അവൻ നിൽക്കുന്നിടത്തേക്ക് പോലും നിൻ്റെ നോട്ടം പോകരുത്. അത്രയും പറഞ്ഞിട്ട് ശ്രീലേഖ പുറത്തുനിന്നും ശ്യാം സുന്ദറിൻ്റെ മുഖത്ത് ഇര കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വേടൻ്റെ ഭാവമാണെന്ന് അവൾക്ക് തോന്നി. കാത്തു സൂക്ഷിച്ച് വെച്ചോടി. എത്ര നാൾ നീ അവളെ കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. അവൻ അവളുടെ കാതുകൾക്കടുത്തേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് പല്ലുകൾ ഞെരിച്ചു. എന്ത് കാണാൻ? അവളൊന്നോ കണ്ണടച്ചിരുന്നെങ്കിൽ ഇത് പറയാൻ പോലും നിങ്ങളിപ്പോൾ ഭൂമിയിൽ ഉയരോടെ കാണില്ലായിരുന്നു. അവൾ തന്നെ ഭിക്ഷയാ നിങ്ങളുടെ ഈ ജീവൻ എന്ന് നിങ്ങൾ കൂട്ടിക്കോ. ശ്രീലേഖ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാതെ അവൻ പകച്ചു നിന്നു. എപ്പോഴും ആ സൗജന്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, മറക്കരുത്. അവളുടെ മുഖത്തെ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ അറിയുമായിരുന്നില്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം.